കുട്ടികൾ ഈ തെറ്റായ ചിന്താഗതിയിലേക്ക് പോകുന്നത് എന്തിന്റെ പേരില? റീൽസുകൾ കാണുന്നത് കൊണ്ടാണ്. ഒരു 10 മിനിറ്റ് ഒരു കുട്ടിയുടെ കയ്യിൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അവന് ചുരുങ്ങിയത് 20 റീൽസുകൾ കാണാൻ പറ്റും. 20 റീൽസുകളിലൂടെ 20 ആശയങ്ങളാണ് അവന്റെ മനസ്സിലേക്ക് വരുന്നത്. അതിൽ ആശയങ്ങൾ എന്താ? അതീവ വയലൻസ് ഉള്ള സിനിമയുടെ രംഗങ്ങൾ, അല്ലേ? ആളുകളെ ഇങ്ങനെ നിർത്തിയിട്ട് ഈർച്ചവാള് കൊണ്ട് ഇങ്ങനെ നീർന്നു മുറിക്കുക, രക്തം ഇങ്ങനെ ഒലിച്ചു പോകുക, അത് കണ്ട് ചിരിക്കുന്ന മക്കൾ. അങ്ങനെയുള്ള ചെറിയ കുട്ടികൾക്ക് തന്നെ ഈ ബ്ലഡ് കൊണ്ടുള്ള കളിയാണ് അവരുടെ ചെറുപ്രായത്തിൽ തന്നെ അവർക്കുണ്ടാകുന്നത്. അത് എവിടുന്നാ കിട്ടുന്നത്? ഈ റീൽസുകളിൽ നിന്നാണ്. ഈ അടുത്ത് താനൂരിൽ നിന്നൊരു പെൺകുട്ടി, 2 പെൺകുട്ടികളെ കാണാതെയായി. അവർ ബോംബെയിലാണ് അവരെ വെച്ച് പിടിക്കപ്പെട്ടത്. അവരെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോഴാണ് അറിഞ്ഞത് ആ കുട്ടി നേരത്തെ കോയമ്പത്തൂരിലേക്ക് ഇതേപോലെ ഒറ്റക്ക് പോയിരുന്നുവെന്ന്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. എന്താ പെൺകുട്ടികൾ ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ കാരണം? ഈ റീൽസുകളിൽ, ഈ വ്ളോഗേഴ്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അങ്ങനെയുള്ള യാത്രകളാണ് ജീവിതം എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ ഈ കൊലപാതകങ്ങൾ, കുറ്റകൃത്യങ്ങൾ, ഇതിന്റെ ഒക്കെ മോഡൽ കിട്ടുന്നത് എവിടുന്ന? ഈ വയലൻസിൽ നിന്ന്, ഈ സിനിമകളിൽ നിന്ന്, ഈ റീൽസുകളിൽ നിന്ന്. അപ്പൊ എന്താ പരിഹാരം? ഈ റീൽസ് ഈ ഫോണുകളിൽ ലഭ്യമാകാതിരിക്കണം. അത് ലഭ്യമാകാതിരിക്കാൻ അവിടെ ഒരു സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളുടെ നികുതി പണം വാങ്ങിക്കൊണ്ട് ഭരിക്കുന്ന സർക്കാരാണ്. എന്തിനാ നികുതി കൊടുക്കുന്നത്? നമ്മളെ തിരിച്ച് സംരക്ഷിക്കാമെന്ന വ്യവസ്ഥയിൽ, നമുക്ക് കൃത്യമായ ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുമെന്ന വ്യവസ്ഥയിൽ, നമുക്ക് ആരോഗ്യ സംവിധാനങ്ങൾ ഉണ്ടാകുമെന്ന വ്യവസ്ഥയിൽ, അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുമെന്ന വ്യവസ്ഥയിൽ, അതുപോലെ ആ വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുന്ന ഇത്തരം റീൽസുകൾ ഉള്ള ഇത്തരം പ്ലാറ്റ്ഫോമുകൾ, ഡിവൈസുകൾ ഇവിടെ നിരോധിക്കപ്പെടണം. ഒരു പ്രത്യേക പ്രായമുള്ള കുട്ടികൾക്ക്, പ്രത്യേക പ്രായത്തിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കരുത്.